ഹായ് എല്ലാവർക്കും നമസ്കാരം. +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ സ്കൂളിൽ പോകുമ്പോൾ അതിന് ടെമ്പററി അഡ്മിഷൻ ആണെങ്കിലും പെർമനൻ്റ് അഡ്മിഷൻ ആണെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ബാക്കി സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ ഒരു അലോട്ട്മെൻറ്റ് ഫോമും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫോം നമുക്ക് HSCAPൻ്റെ സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫോമിൽ സ്പോർട്സ് ക്വാട്ടയുടെ അലോട്ട്മെൻറ്റ് ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫോം ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഫോം കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളുടെ 10th സർട്ടിഫിക്കറ്റ് ആണ്. അവിടെ നമ്മൾ യെസ് ടിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതാനാണ്. ഈ കോളത്തിൽ രജിസ്റ്റർ നമ്പർ എഴുതുക. അടുത്ത ഡോക്യുമെൻറ്റ് TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് പഴയ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് ടിക്ക് ചെയ്യാം, എന്നിട്ട് TC നമ്പറും ഡേറ്റ് ഓഫ് TCയും എഴുതുക. ഇത് രണ്ടും നമ്മൾക്ക് തന്നിട്ടുള്ള TC തന്നെ ഉണ്ടാവും. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് CBSE ICSE പോലെയുള്ള മറ്റുള്ള ബോർഡ്സിൽ നിന്നും എക്സാം എഴുതിയ കുട്ടികൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് കേരള ബോർഡിൽ നിന്ന് എക്സാം എഴുതിയ കുട്ടികൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ ഫോർ അതർ സ്കീംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സർട്ടിഫിക്കറ്റ് 2024-25 SSLC എഴുതിയവർ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ സെക്കൻഡ് പേജിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത സ്കീം ഇവിടെ കാണാൻ പറ്റും. ആ സ്കീമിൽ SSLC 24-25 അല്ലാതെ വേറെ ഏതെങ്കിലും ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. അടുത്തത് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഇത് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ആ ഫോട്ടോ തന്നെ ഡിജിറ്റൽ ഫോർമാറ്റിൽ വേണം. അതായത് നമ്മളുടെ ഫോണിൽ JPG ഫോർമാറ്റിലോ മറ്റോ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഫോണിലേക്ക് അയച്ചു തരും. അങ്ങനെ കാണിച്ചാലും മതി. അടുത്ത ഡോക്യുമെൻറ്റ് ആധാറാണ്. നമ്മൾ ഒറിജിനലും കൂടെ ഒരു കോപ്പിയും കയ്യിൽ കരുതിയാൽ നന്നായിരിക്കും. അവിടെ നമ്മൾ യെസ് കൊടുക്കുക, എന്നിട്ട് ആധാർ നമ്പർ എഴുതുക. അടുത്തത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡീറ്റെയിൽസ് പ്രിൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവിടെ ഒന്നും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് ആണ് എഴുതേണ്ടത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. കാരണം ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റഡ് വളരെ ശ്രദ്ധിച്ച് എഴുതുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിൽ തന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എഴുതാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്കൂളിൽ ഏതൊക്കെയാണ് സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആയിട്ട് ഉള്ളത് എന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അവിടെ എഴുതുക. അത് എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻ്റ് എന്നും സിഗ്നേച്ചർ ഓഫ് പേരൻ്റ് എന്നും കാണാൻ പറ്റും. അവിടെ സ്റ്റുഡൻറ്റിൻ്റെയും പേരൻറ്റിൻ്റെയും സിഗ്നേച്ചർ ഇടാണ് വേണ്ടത്. അതിൻ്റെ താഴെ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് അടയ്ക്കേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഫീ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തതായിട്ട് വീണ്ടും ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ മുന്നേ എഴുതിയ പോലെ തന്നെ അവിടെ രജിസ്റ്റർ നമ്പർ വീണ്ടും എഴുതുക. അതിൻ്റെ താഴെ കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മുന്നേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്ത കാറ്റഗറി നെയിം അവിടെ ഉണ്ടാവും. നമ്മൾ ആ കാറ്റഗറി നെയിം തന്നെ അവിടെ എഴുതുക. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ആണ് എഴുതുന്നത്. അതും നമ്മളുടെ സെക്കൻഡ് പേജിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ സ്കീമിൻ്റെ താഴെയായിട്ട് മന്ത് ഓഫ് പാസും ഇയർ ഓഫ് പാസും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എഴുതുക. അതിനുശേഷം അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പേജിൻ്റെ ലാസ്റ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്ത സ്കൂളിൻ്റെ കൂടെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ്റെ താഴെ സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് തന്നെ സ്പോർട്സ് എന്നാവും ഉണ്ടാവുക. അതാണ് നമ്മൾ അവിടെ അലോട്ടഡ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ്റെ അടുത്ത് എഴുതേണ്ടത്. ഈ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് അവരാണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കിയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.